രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമെന്ന് സിപിഎം നേതാവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്. രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നു, ഷെയർ മാർക്കറ്റ് തകർന്നു. മോദിയുടെ പ്രസംഗത്തെ തുടർന്ന് 6.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് കാലത്തെന്ന പോലെ യാത്രകൾ വേണ്ടെന്ന് വയ്ക്കാനും വീട്ടിലിരുന്നു പണിയെടുക്കാനും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന സൂചന നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമെന്ന് സിപിഎം നേതാവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക്. രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നു, ഷെയർ മാർക്കറ്റ് തകർന്നു. മോദിയുടെ പ്രസംഗത്തെ തുടർന്ന് 6.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് കാലത്തെന്ന പോലെ യാത്രകൾ വേണ്ടെന്ന് വയ്ക്കാനും വീട്ടിലിരുന്നു പണിയെടുക്കാനും ചെലവു ചുരുക്കാനും രാജ്യത്തോട് പ്രധാനമന്ത്രി മോദി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കോവിഡ് കാലത്തെ ഇത്തരമൊരു സമീപനത്തിന്റെ ഫലമെന്തായിരുന്നുവെന്ന് നമുക്കറിയാം. അക്കാലത്തെ രൂക്ഷമായ സാമ്പത്തിക മുരടിപ്പ് ഒരളവോളം രാജ്യത്തെ വീണ്ടും ഗ്രസിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് മോദി പറയാതെ പറഞ്ഞുവെക്കുന്നത്. മോദിയുടെ പ്രസംഗത്തെ തുടർന്ന് ഓഹരിക്കമ്പോളം ഇടിഞ്ഞു. 6.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്കുണ്ടായത്. രൂപയുടെ മൂല്യവും ഡോളറിന് 95.5 രൂപയ്ക്കപ്പുറം കടന്നു. വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ നാന്ദിയാണിത്. ആഗോളമായി തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യത വലുതാണ്. IMF ആഗോള GDP വളർച്ച 2026-ൽ 3.1% താഴ്ത്തിയിട്ടുണ്ട്. ഇറാൻ യുദ്ധം നീണ്ടാൽ വളർച്ച 2% വരെ ചുരുങ്ങാം. പല രാജ്യങ്ങളും മാന്ദ്യത്തിലാകും. ഇത്തരമൊരു മാന്ദ്യത്തിന്റെ സാഹചര്യത്തിലാണ് മോദി മുണ്ടുമുറുക്കിയുടുക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇത്തരമൊരു സമീപനം സാമ്പത്തിക വളർച്ചയെ കൂടുതൽ മന്ദീഭവിപ്പിക്കത്തേയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക ഉത്തേജനത്തിന് ഒരു വിലങ്ങുതടി സ്വകാര്യ ഉപഭോഗച്ചെലവ് വേണ്ടത്ര ഉയരാത്തതാണ്. ഈയൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചെയ്യേണ്ടത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതികൾ ഇനിയും വെട്ടിക്കുറച്ച് വിലക്കയറ്റത്തെ തടയുകയാണ്. പാചകവാതകത്തിന്റെ വില കൂട്ടി. ഇനി അടുത്ത ഊഴം ഡീസലിന്റേതും പെട്രോളിന്റേതുമാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്ര പരിഭ്രാന്തനായി ജനങ്ങളോട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്? കാരണം വിദേശത്തു നിന്നുള്ള സ്വർണത്തിന്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കും. ഇതിനു പുറമെയാണ് എണ്ണയുടെ വിലക്കയറ്റം. $10 എണ്ണയ്ക്ക് വിലയുയർന്നാൽ $1500 കോടി ഇറക്കുമതി ചെലവ് ഉയരും. രാജ്യത്തിന്റെ അടവുശിഷ്ട കമ്മി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ദേശീയ വരുമാനത്തിന്റെ 3%. ഈ കമ്മി നികത്താനുള്ള വിദേശ നാണ്യശേഖരം ഇന്ത്യയുടെ പക്കലുണ്ട്. 69,000 കോടി ഡോളറാണ് സമീപകാലത്ത് ഇടിവുണ്ടായിട്ടും ഇപ്പോഴത്തെ വിദേശ നാണ്യശേഖരം. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയ്ക്ക് വിദേശ നാണ്യശേഖരത്തിന്റെ കാര്യത്തിൽ 4ാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നാണ് മോദി പറയുക. എന്നാൽ ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തിൽ ഒരു ചതിക്കുഴയുണ്ട്. ഇതിന്റെ 65% ഹ്രസ്വകാല വായ്പകളും ഊഹക്കച്ചവട മൂലധനവുമാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് ഇവിടെയാണ്. ചൈനയിലെ വിദേശ നാണ്യശേഖരം ഉയർന്ന കയറ്റുമതിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യാപാര മിച്ചത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ വ്യാപാര കമ്മിയാണെന്ന് പറഞ്ഞുവല്ലോ. ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരം എപ്പോൾ വേണമെങ്കിലും കാറ്റുപോയ ബലൂൺ പോലെയായിത്തീരാം. അടവുശിഷ്ട കമ്മിയുടെ ലക്ഷണരേഖയായി കരുതുന്നത് GDPയുടെ 3%. അത് കടന്നാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങും. രാജ്യത്തിന്റെ വിദേശ വിനിമയ സ്ഥിതി 1991 പോലെ തകരാം. അതുകൊണ്ടാണ് വ്യാപാര കമ്മിയെ നിയന്ത്രിക്കുന്നതിന് ഇന്ത്യക്കാൾ സ്വമേധയാ വിദേശ വസ്തുക്കൾ വാങ്ങേണ്ട എന്ന് തീരുമാനിക്കാൻ അഭ്യർത്ഥിക്കുന്നത്.